ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ നെയിൽ ആർട്ടാണ്. എന്ന് വെച്ചാൽ ഞാൻ നെയിൽ ആർട്ടൊന്നും ചെയ്യത്തില്ല. എന്നാലെന്താ കണ്ടോ, ഇതൊക്കെ ഇത് നിങ്ങൾ വിചാരിക്കുക നെയിൽ പോളിഷ് അല്ല, പേനയുടെ മഷി കൊണ്ട് എൻ്റെ നെയിൽസ് എല്ലാം ചീത്തായിരിക്കുന്നതെന്ന് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്നാലും അത്ര ചീത്തായിട്ടില്ല, ഒരു പിങ്കി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിങ്ക് ക്യൂട്ടാണല്ലോ. നമ്മൾ ഇന്ത്യയിലെ ആർപ്പാടി ചെയ്ത് ഓരോ ഇതായിട്ട് ഞാൻ കാണിച്ചത് ലിപ്സ്റ്റിക് എന്ന്. ഫസ്റ്റ് എൻ്റെ ഉള്ളത് ഈ ഗ്രേ ഷെയ്ഡാണ്. ഗ്രേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കട്ടി ആയിട്ട് നല്ലതായിട്ട് നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ പാൻറ്റും ഉടുപ്പും അങ്ങനെ വെയർ ചെയ്യുന്ന ഡ്രസ്സിന് ഞാൻ ഇടുന്നതാണ് ഈ നെയിൽ പോളിഷ്. ഇതാണ് എനിക്കിഷ്ടം. ഗ്രേ ആകുമ്പോൾ കൂടെ നല്ലതായിരിക്കും. ഇത് എനിക്ക് ചേച്ചിയുടെ ബർത്ത്ഡേക്ക് ഞാൻ ചേച്ചിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ കുപ്പിവള, ഡ്രസ്സെന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ പാർട്ടി വെയർസ് ആക്കാവുന്ന ആ ഡ്രസ്സ് അങ്ങനെ ചേച്ചിക്ക് വാങ്ങിച്ചപ്പോൾ എനിക്കിവിടെ വാങ്ങിക്കണമല്ലോ. എൻ്റെ സേവിങ്സ് കൂട്ടി വെച്ച് 35 രൂപയുടെ നെയിൽ പോളിഷ് ആണിത്. കണ്ട പറയില്ലേ, നല്ല രസമുണ്ട്. വൈറ്റും അടിപൊളി. ഇത് പർപ്പിളാണ്, പർപ്പിളല്ല പർപ്പിൾ തന്നെ. പിന്നെ ഇത് ഒരു പിങ്കും ഒരു ലാവൻഡർ പോലത്തെ ഷെയ്ഡും. ഇത് അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി ഗൾഫിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്നതാണ്. ഈ പിങ്കാണ് എൻ്റെ നെയിലിൽ ഇപ്പോൾ കിടക്കുന്നത്, ഈ രണ്ടെണ്ണം. പിന്നെ ഈ രണ്ടെണ്ണം, ഈ ഒരു ബ്ലൂവും ഈ പിങ്കും. ഇത് ക്രിസ്മസ് പ്രോഗ്രാം ഉണ്ടല്ലോ, പണ്ട് ഞാൻ എല്ലായിടത്തും കൂട്ടുകൂടി വരുന്നു, എൻ്റെ സ്കൂളിലുള്ള എല്ലായിടത്തും. പക്ഷേ എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ട്സിനോട് ഞാൻ ഭയങ്കര കൂടുതൽ ഫ്രണ്ട്സ് ആവാറുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യുമോ അതിനെല്ലാം എന്നെ വിളിക്കാറുണ്ട്. അങ്ങനെ അവരിങ്ങനെ ക്രിസ്മസ് പ്രോഗ്രാമിന് ഗിഫ്റ്റ് കൊടുക്കുമല്ലോ, അവർ കുട്ടികളായിട്ട് ഇങ്ങനെ കൊടുക്കും. നമ്മുടെ സ്കൂളിൽ അങ്ങനെയൊന്നുമില്ല. അതെനിക്ക് 4ാം ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല നമ്മുടെ സ്കൂളിലൊന്നും. നമ്മുടെ സ്കൂളിൽ ഗിഫ്റ്റ് കൊടുക്കുന്നത് പലരും പാവപ്പെട്ടവരായിരിക്കും, പലരും പൈസ നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ചിലർക്ക് പറ്റില്ല, ഇത് വാങ്ങിക്കാനൊന്നും പറ്റില്ല, ഗിഫ്റ്റൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ അതില്ല. പണ്ടുണ്ടായിരുന്നു തോന്നുന്നു, എനിക്കറിയില്ല. ഇത് രണ്ടെണ്ണം അപ്പോൾ നമ്മളിങ്ങനെ ഗിഫ്റ്റ് ചേഞ്ച് ചെയ്തപ്പോൾ എൻ്റെ ചേച്ചിയും കുറേ ചേച്ചിമാരുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് കിട്ടിയത് അളകനന്ദ എന്ന് പറഞ്ഞൊരു ചേച്ചീനെയായിരുന്നു. ആ ചേച്ചി എനിക്ക് തന്നതാണ് ഈ നെയിൽ പോളിഷ്. വേറെ കുറേ സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നെയിൽ പോളിഷായിട്ട് ഇതാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ ഇളകിപ്പോകും. അങ്ങനെയുള്ളൊരു നെയിൽ പോളിഷാണ്. അപ്പോൾ ഇതൊരു നെയിൽ പോളിഷ് റിമൂവറായിട്ട് യൂസ് ചെയ്യാം. പിന്നെ 2 കുട്ടിയാണ്, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. എൻ്റെ ലിങ്കൊന്നും ചോദിക്കുകയാണ്, ലിങ്കൊന്നും എൻ്റെ ഇല്ല. ഇത് പിന്നെ ഒരു മേക്കപ്പ് കിറ്റ് ഉണ്ടല്ലോ, മേക്കപ്പ് കിറ്റ് വാങ്ങിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് നെയിൽ പോളിഷിൻ്റെ ഇതുണ്ടായിരുന്നു. അതിനകത്തുണ്ടായിരുന്നതാണ് ഗ്ലോയി ആണിത്. നല്ല ഗ്ലോയിയാണ്, നല്ല പിങ്കി ഗ്ലോയിയാണ്. എന്നിട്ട് കട്ട പിടിച്ചിരുന്നല്ലോ, നോക്കട്ടെ. കട്ട പിടിച്ചിരുന്നില്ല ഗൈസ്, ഞാൻ വിചാരിച്ച് കട്ട പിടിച്ചിരുന്നു. മുടി കുരുങ്ങി. നെയിൽ പോളിഷിന് അടയ്ക്കാൻ നേരത്ത് മുടി കുരുങ്ങിയതാണ്. പിന്നെ ഈ ഒരു പിങ്ക് കളർ, ഇതെൻ്റെ അച്ചാമ്മേരതാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് അച്ചാമ്മേരെ വീട്. തൊട്ടപ്പുറത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 2 സ്റ്റെപ്പ് വെക്കുമ്പോഴത്തേക്ക് വെള്ളം. 2 സ്റ്റെപ്പും ഇല്ല, 1 സ്റ്റെപ്പേ ഉള്ളൂ, അത്ര ഗ്യാപ്പേ ഉള്ളൂ എൻ്റെ അച്ചാമ്മേരെ വീട്ടിൽ. ഇങ്ങനെ ഇത് എൻ്റെ വീടാണെങ്കിൽ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ എൻ്റെ അച്ചാമ്മേരെ വീടും ഉണ്ട്. നിങ്ങൾക്ക് ഇനി അത് കാണണം എന്ന് പറയുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ തന്നെ അത് പോസ്റ്റ് ചെയ്യാം. ഈ നെയിൽ പോളിഷ് എൻ്റെ അച്ചാമ്മേരതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെക്കേഷനൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ചിലപ്പോഴൊക്കെ അവിടെ പോയി നിൽക്കാറുണ്ട്. അങ്ങനെ അവിടെ പോയി നിന്നപ്പോൾ അച്ചാമ്മ എനിക്ക് തന്ന നെയിൽ പോളിഷാണിത്. നല്ല രസമല്ല, എനിക്കിഷ്ടപ്പെട്ടു. പിങ്ക് കളർ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ ചില സമയത്ത് ഇതൊന്നും ആർക്കറിയത്തില്ല, ചില സമയത്ത് ഈ നെയിൽ പോളിഷ് കഴിയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ
ആയിട്ട് ഇങ്ങനെ വരയ്ക്കുമല്ലോ, ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടി ബ്ലാക്ക് കളേഴ്സൊക്കെ വേണ്ടി വരുമല്ലോ ഇങ്ങനെ ഇതിൽ. അപ്പം ഐലൈനർ എടുക്കാനുള്ള കുളിക്കുമ്പോഴത്തേക്കൊക്കെ അത് മാഞ്ഞു പോകും. വാട്ടർ പ്രൂഫ് എടുത്താൽ പോകത്തില്ല. എൻ്റെ വാട്ടർ പ്രൂഫ് ഇല്ല, ഞാൻ അല്ലാത്ത ഇതാണ് എടുക്കുന്നത്. ഞാൻ പോയി ഐലൈനർ എടുത്തിട്ട് വരാം ഗൈസ്. എന്നെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ഞാൻ പോയി എടുക്കാൻ പോയത്. അത് ഞാൻ അവിടെ നിന്നാണ് ഞാൻ ഒരുങ്ങുന്നത്. ഇതെനിക്ക് ഇന്ന് പുതിയതായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. എൻ്റെ മറ്റേത് കാണാനില്ല. അപ്പോൾ ഞാനിപ്പോൾ പിങ്ക് കോട്ടിങ് നേരത്തെ കൂടെ അടിച്ചു വെച്ചതാണ്. ട്യൂട്ടോറിയൽ പോകുന്നതിൻ്റെ രാവിലെ ഞാൻ അടിച്ചു വെച്ചിരുന്നതാണ് നെയിൽ പോളിഷ്. എന്തായാലും ഒരു കോട്ടും കൂടെ ചെയ്യാം. ഒരു ദിവസം ആകുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ കയ്യിൽ എത്രത്തോളം സ്റ്റെയിൻസാണ് വരുന്നതെന്ന് അറിയാമോ? ഇപ്പം ആരെങ്കിലും ഫോണിൽ കോൾ വിളിച്ചാൽ എൻ്റെ ഇത്രയും നേരത്തെ ഷൂട്ടിംഗ് മുഴുവൻ പോകും. വെള്ളത്തിൻ്റെ അടിയിലാവും. ഞാൻ ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിപ്പുണ്ട്. അതെനിക്കിതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സൈലൻ്റാണ്. ഇപ്പോൾ ക്രാഫ്റ്റ് ചെയ്യണമെങ്കിലും ഞാൻ ഭയങ്കര സൈലൻ്റാണ്. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതൊക്കെ ചെന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുമ്പോൾ അവരെന്നെ കളിയാക്കാറുണ്ട്. എന്നിട്ട് അവരിരുന്ന് കാണാറുണ്ട്. അപ്പം നമ്മൾ പിങ്കി അടിച്ചിട്ടുണ്ട് ചെറുതായിട്ടുള്ള. ഇത് കുറേ നാളായി വാങ്ങിച്ചിട്ട്, അതുകൊണ്ട് വാങ്ങിച്ചിട്ടല്ല, അവർ തന്നിട്ട്. അതുകൊണ്ട് അപ്പോൾ ഇതെല്ലാം ഉണങ്ങിപ്പോയി. ഇതിപ്പോൾ തീർന്നു, സബ്ജക്റ്റ് തീർന്നു. പുതിയതായിട്ട് വാങ്ങിച്ചത് പർപ്പിൾ തന്നെ. ആ പർപ്പിളാണ് പുതിയതായിട്ട് വാങ്ങിച്ചത്. ഇതൊക്കെ കട്ട പിടിച്ചു. പിങ്ക് കോട്ടിങ് അടിച്ചു. ഇത് ഉണങ്ങേണ്ട ആവശ്യമുണ്ട്. ഉണങ്ങേണ്ട ആവശ്യത്തിൽ ഞാൻ വിളിക്കുന്നത് ഇതെൻ്റെ ഫാൻസിനാണ്. ഇതെൻ്റെ അച്ഛൻ കൊണ്ടുവന്നതാണ്. ഇതാണ് ഗൈസ് 2 ഫാൻ. നല്ല ക്വാളിറ്റിയാണ്, നല്ല രസമാണ്. നമുക്ക് എന്തെങ്കിലും വീശി കൊടുക്കും. ഇതിൻ്റെ ചാർജ് തീർന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് ഈ പിങ്ക് രാവിലെ ഇട്ടല്ലോ. അപ്പോൾ എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു നാളെ. ഇന്ന് എക്സാം ഉണ്ടായിരുന്നു. എക്സാമല്ല, ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ രാവിലെ ഇട്ടിരുന്ന ഉറക്കത്തിൽ ടയേർഡായിട്ടാണ് വന്നത്. അല്ല, ഉറക്കത്തിൽ നിന്നൊക്കെ എണീച്ച് ഞാൻ ഇങ്ങനെ വയ്യാഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ട് ഞാൻ ഇതെടുത്ത് വെച്ച് കാറ്റൊക്കെ കൊണ്ടുപോയി. ഫാൻ ഉണ്ടായിരുന്നു, ഞാൻ ഇത് വെച്ച് കാറ്റൊക്കെ കൊണ്ടു ഫണ്ണിന് വേണ്ടിയേ. ഇതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇനി ഇടാം ഗൈസ്. ഇതുണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് നല്ല രസമല്ലേ? നല്ല ഇത് സ്കുഷിയാണ്. ഇത് പാത്രം സ്ക്രബ്ബർ വെച്ച് ഉണ്ടാക്കിയതാണ് ഗൈസ്, സ്ലൈഡൊക്കെ വെച്ചിട്ട്. വെരി സിമ്പിൾ. ഒരു മിനിറ്റത്തെ പ്രോഗ്രാംസേ ഉള്ളൂ. അല്ല, പ്രോഗ്രാംസ് അല്ല, പരിപാടി. ഉണങ്ങാൻ ഇനിയും കുറേ സമയമെടുക്കും. ഞാൻ ഭയങ്കര ഇതിനകത്ത് തന്നെ ശ്രദ്ധിച്ച് ചെയ്യുന്നത്. ഈ മേക്കും കാര്യങ്ങൾ, ഇതൊക്കെ ഭയങ്കര നല്ലതായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒന്ന് തെറ്റിപ്പോയാൽ മാറാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഓഫാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പം തൽക്കാലത്തേക്ക് ഉണങ്ങിയിട്ടുണ്ട്. നല്ല ഉണങ്ങിയിട്ടുണ്ടാവാം. പിന്നെ നമ്മൾ ഈ നെയിൽ പോളിഷിലേക്ക് ഇവിടെയും ഈ ലാവൻഡർ അടിച്ച് കൊടുക്കേണ്ടതാണ്. എൻ്റെ പുതിയ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് ഈ നെയിൽ പോളിഷല്ല, ഇതുവരെ ഞാൻ ഈ ഒരു ഇത് ആഡ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് ഞാൻ എൻ്റെ പരീക്ഷണമാണ്. ഈ നെയിൽ പോളിഷ് ഇത് സെറ്റാവുകയാണെങ്കിൽ പിന്നെ ഞാൻ കുറേ ദിവസത്തേക്ക് ഇതായിരിക്കും ഇടുന്നത്. ഓക്കെ ഗൈസ്,
ഇത് കണ്ടെങ്കിൽ വട്ടെന്ന് വിചാരിക്കും. ഒരിക്കലും വിചാരിക്കാൻ പാടില്ല കാര്യങ്ങളാണ്. ഒരിക്കലും വിചാരിക്കും ഇങ്ങനെ ആയിട്ടുണ്ട്. നല്ലൊരു റെയിൻബോ തീം. എൻ്റെ ഫാനൊക്കെ തറയിൽ വീഴുന്നുണ്ട്. അപ്പം ഇനി ഇത് ഉണക്കണം. നല്ല രസമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതല്ല നെയിൽ പോളിഷ്, ഇതല്ല ഇനി നെയിൽ ആർട്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇനിയുണ്ട് നെയിൽ ആർട്ട്. ഇതിപ്പോൾ ഞാൻ നെയിൽ പോളിഷിൻ്റെ കോട്ടിങ് മാത്രമേ എടുത്തുള്ളൂ. ഞാൻ ഭയങ്കര നിശബ്ദമായിട്ടിരുന്ന് സംസാരിക്കുന്നത് ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ്. ഞാൻ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ ആർട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഇത് ഫാന് കൂട്ടിയിടാം. ഓക്കെ, ഇനി ഇത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ വല്ല കാര്യങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. അതിങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന വേറും ബോറടി പോലത്തെ സംഭവമാണ്. നോക്കൂ, ഇതിനകത്ത് മറ്റേ ഇലയുണ്ടല്ലോ, മറ്റേ ചെടി ഉണ്ടല്ലോ, കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ ഇതെടുത്തതിൻ്റെ സെറ്റിങ്സ് മുഴുവൻ പോകും. അയ്യോ, ഈ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ചെടി ഇത് നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ അലങ്കാരത്തിനായിട്ട് വെക്കുന്ന ചെടികളാണ്. കണ്ണിൽ പൊടി പോയെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും ആ ചെടിയുടെ വീഡിയോ ഞാൻ അടുത്തായിട്ട് ഞാൻ എപ്പോഴെങ്കിലും പോസ്റ്റ് ചെയ്യാം. ഇത് ഞാൻ എൻ്റെ അപ്പയുടെ വീട് നിങ്ങൾ കാണേണ്ട. എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അപ്പയുടെ വീടാണ്. പോവാനെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നല്ല രസമാണ് നിൽക്കാൻ. അവിടെ എല്ലാം കുറേ പേരുണ്ട്. എൻ്റെ അപ്പയുണ്ട്, മാമനുണ്ട്, എൻ്റെ ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്, കുറേ പേരുണ്ട് അവിടെ. അപ്പോൾ അവിടെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഒരു കുളമുണ്ട്. കുളം എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ ഉണ്ടാക്കുന്ന കുളം ഉണ്ടല്ലോ, വലിയ ഒരു സ്വിമ്മിംഗ് പൂളല്ല, ഫിഷിന് തന്നെ ഒരു വലിയൊരു ഇത് തന്നെയുണ്ട്. അത് കാണാൻ നല്ല രസമാണ്. അവിടെ നല്ല നേച്ചറാണ്. അപ്പൻ്റെ വീട് മുഴുവൻ ചെടിയാണ്, വീട് പുറത്തും എല്ലാം ചെടിയാണ്. ഭയങ്കര ഇഷ്ടമാണ്. അവിടെ 3 പട്ടികളുണ്ട് കേട്ടോ. പട്ടികളെന്ന് പറയാൻ പറ്റില്ല, പേർഷ്യൻ പട്ടികൾ അല്ല, പേർഷ്യൻ ക്യാറ്റ് എന്ന് പറയുന്നത്. എനിക്ക് മറ്റേ പുറത്തുനിന്ന് പറഞ്ഞാൽ നല്ല കുഴിയ പട്ടികൾ അവിടെയുണ്ട്. അവരെയൊക്കെ പേര് അമ്മി, കുക്കു, പൊപ്പി, ഇങ്ങനെ 3 പേരുണ്ട്. പിന്നെ ഒരു പൂച്ചയും ഉണ്ട്, കുട്ടൻ പേര്. അങ്ങനെ ആ വീട്ടിൽ അപ്പയുടെ മക്കൾ എന്ന് പറയാൻ 4 പേരുണ്ട്. പട്ടി മക്കൾ എന്ന് വെച്ചാൽ ഡോഗ്സ് മക്കൾ. പെറ്റായിട്ട് അപ്പയ്ക്ക് 4 പേരുണ്ട്. ഓക്കെ, 4 പേരുണ്ട്. നോക്ക്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശമൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. എന്നാലും എനിക്ക് ഈ വീഡിയോ തീർക്കാനുള്ളത് കൊണ്ട് ഞാൻ വേഗം ചെയ്യുന്നു. ഓക്കെ, ഐലൈനർ തുറന്നിട്ടുണ്ട്. കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു പേപ്പർ ഇങ്ങനെ ആയിട്ട് വെച്ച് കൊടുക്കേണ്ടതാണ്. ഇനി നമ്മൾ ഇതിൽ ഇങ്ങനെ ലൈൻ വരച്ച് കൊടുക്കേണ്ടതാണ്. ഞാൻ ഭയങ്കര നിശബ്ദമായിട്ടിരുന്നു 2 വര വരയ്ക്കാൻ വേണ്ടിയിട്ട്. 2 വര വരയ്ക്കാൻ മാത്രമാണ് ഞാനിപ്പോൾ നിശബ്ദതയായത്. അല്ലാതെ എനിക്കിതൊന്നും നിശബ്ദതയേ അല്ല. ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് എന്നാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളെയും കൂടെ വീഡിയോ എടുത്ത് കാണിക്കുന്നത് കൂടെ നോക്കൂ. ഇങ്ങനെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അത്ര ഭംഗിയും തോന്നില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു വരയിട്ട് കൊടുക്കുക. ഐലൈനർ ആയതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങൾ അതിനുണ്ടാവാറുണ്ട്. കണ്ടോ? ഓക്കെ, ഇനി നമുക്ക് ഇനി വേറെ അലങ്കാരപ്പടികളാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നെയിൽ പോളിഷ് എടുക്കുക. അപ്പോൾ ഈ നടുക്കത് നമ്മൾ ഈ പിങ്ക് നെയിൽ പോളിഷൊക്കെ റെഡിയായി കാണും. ഇതിന് ഒരു ഇത് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതിനെടുക്കുക. വൈറ്റ് നെയിൽ പോളിഷ് ഉണ്ടല്ലോ, ലാവൻഡറിനെ ഇങ്ങനെ എടുക്കുക. ഇതിൻ്റെ നിപ്പിലായിട്ടുണ്ടല്ലോ, അതിൻ്റെ ലാസ്റ്റ് പോർഷനിൽ അവിടെ നമ്മളിങ്ങനെ, അത് ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം. എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവത്തില്ല നിങ്ങൾക്ക്. എങ്ങനെയുണ്ട്? ഇതാണ് എൻ്റെ നെയിൽ ആർട്ട് എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഞാൻ വേറെ എൻ്റെ നെയിൽ ആർട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഇത്ര ഇങ്ങനെ നെയിൽ ആർട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. ഞാൻ കുറേ പ്രാവശ്യം പരീക്ഷിച്ച് പാളാറുണ്ട് പലതും.
ഞാൻ ഇതിനെയൊക്കെയാണ് നെയ്ലാർട്ടെന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ കുറേ പേര് മുതൽ ഇതാണല്ലോ, ഇതങ്ങനെയാണല്ലോ നെയ്ലാർട്ട്. എൻ്റെ നെയ്ലാർട്ട് ഇതാണ്. ഇങ്ങനെ വൈറ്റ് ബോർഡർ കണക്ക്, ഇങ്ങനെ ലാവൻഡർ ബോർഡർ കണക്ക്. സത്യത്തിൽ വൈറ്റ് കണക്കിരിപ്പുണ്ട്. വൈറ്റിൽ വേറെ എന്തൊക്കെയോ ഒരു ലാവൻഡർ പോലെ കിടന്നിട്ടുണ്ട്, കലർന്നൊരു ലാവൻഡർ, അങ്ങനെ വേണം പറയാൻ. നമുക്ക് ഇപ്പം ഇങ്ങനെ പരിവായിട്ടുണ്ട്. നെയ്ലാർട്ട് ചെയ്യുന്നതിന് പകരം പുറത്ത് പോയി വെറുതെ ഒരു 3000-5000 കൊടുത്ത് വെറുതെ ചെയ്യുന്നതിന് പകരം വീട്ടിൽ ഇതേ കണക്കത്തെ നെയിൽ പോളിഷ് വന്ന് ട്രൈ ചെയ്യൂ. വെരി സിമ്പിൾ. ഇങ്ങനെ കാണാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി എന്തായാലും ഇത്രയിൽ ഒതുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം നമ്മൾ വെള്ളം ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ, അല്ല വെള്ളം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ ഈ പർപ്പിൾ കളർ തുറക്കാൻ ഇത്തിരി പാടുണ്ടായിരുന്നു, എന്നാലും നമുക്ക് തുറക്കാം. നമ്മൾ ഈ പിങ്കിൽ ബോർഡർ ചെയ്യുന്നത് കണക്ക് ഈ വൈറ്റിൽ നിങ്ങൾ ബോർഡർ ചെയ്യും. ഞാനിത് ക്ലോസ് ചെയ്ത് വെച്ചോട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പം ഈ ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ ഒരു പർപ്പിൾ ബോർഡർ ഞാൻ ഇവിടെ പോയി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. കൊള്ളായി ഗൈസ്. നേരത്തെ കണക്കത്ത് മതിയായിരുന്നു എന്നെനിക്കിപ്പോൾ നല്ലതായി തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് പരീക്ഷണം ഒരു നല്ലതല്ലേ. പരീക്ഷണം നമ്മളെ നല്ല നിരക്കിൽ കൊണ്ടുപോകും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആയിരിക്കും. ഇനി നമ്മൾക്കിത് എന്ത് ചെയ്യാമെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ആൽബോസ് കുളമായി. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതായിരുന്നു ഫുള്ള് എങ്കിൽ, ഇതാണ് എല്ലാ നെയിൽസിലും എങ്കിൽ ഒരു പുതിയ ഫീൽ വന്നേനെ. ഈ ബോർഡർ ഇല്ലാതെ ഈ ഇങ്ങനെ വരയും ഈ വെള്ളയും ആയിരുന്നെങ്കിൽ അതിൽ കൊള്ളാമായിരുന്നു. ഈ പർപ്പിൾ ഇപ്പോൾ ഇങ്ങനെ വരച്ചത് ഞാൻ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവുന്നില്ല, ഒരിക്കലും. ഇനി ഞാൻ ഇത് വെച്ച് എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുക ആണ് ഗൈസ്. എന്ത് ചെയ്യട്ടെ ഞാൻ ഇത് വെച്ച്? No ideas. ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതാണെന്നും കൊണ്ട് തോന്നുന്നു. എനിക്ക് ഇടയ്ക്കിടെ നല്ല പണി വരാറുണ്ട്. ഇപ്പോൾ തന്നെ എൻ്റെ അമ്മ വിളിക്കുവാണെങ്കിൽ ഞാൻ ഇനി ഇതൊക്കെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്തിടാൻ പറ്റുമോ? ഞാൻ അതുകൊണ്ട് ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചാണ് ഇരിക്കുന്നത്. അയ്യോ അമ്മ വിളിക്കരുതേ എന്ന് പറഞ്ഞിട്ട്. ഞാൻ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ നേരത്തെ അമ്മമ്മയുടെ അടുത്ത് വിളിച്ച് സൂചിപ്പിക്കാറുണ്ട്, അമ്മമ്മ ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക, അതുകൊണ്ട് അമ്മമ്മ ഇപ്പോൾ ഒരിക്കലും വിളിക്കരുതേ എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് വിളിക്കാറുള്ളത്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ വ്ലോഗ് എടുക്കാറുള്ളത്. അതുകൊണ്ട് ഇല്ല, വിളിക്കൂലായിരിക്കുമല്ലേ. അപ്പം ഇതിൽ ഞാനൊരു ഒരു പിങ്ക് വെച്ച് ഒരു ബോർഡർ കൂടെ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നേരത്തേതിനെക്കാട്ടിൽ എന്ത് പെയ്തത്, എന്താ ഇത്? ഈ പർപ്പിൾ ബോർഡർ വേണ്ടായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്, നല്ല വേണ്ടാന്ന് തോന്നുന്നുണ്ട്. ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചുണ്ടിൽ മുഴുവൻ കട്ടിക്ക് വാരി തേച്ചതാ. ഇപ്പം ചുണ്ടിരിക്കുന്ന നോക്കി ഞാൻ മുഴുവൻ തിന്നില്ല ഈ ലിപ്സ്റ്റിക്ക്. നോക്ക്, ഇപ്പം എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ബട്ട് ആ പർപ്പിൾ ലൈൻ കൊടുത്തതിൽ ഞാൻ ഒരിക്കലും പറഞ്ഞ ലിപ് സാറ്റിസ്ഫാക്ഷൻ ആകുന്നില്ല. കുഴപ്പമില്ല. ഇങ്ങനെ ഒരു ഇതായിട്ടുണ്ട്. ഇപ്പം നമുക്കങ്ങ് ആശ്വസിക്കാം മനസ്സിൽ വെച്ച്.
അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യൂലേ നിങ്ങൾ? ഇപ്പം എനിക്ക് അവിടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ലൈക്കേ ആയുള്ളൂ. നിങ്ങൾ ഇത്ര സപ്പോർട്ട് ചെയ്ത് നല്ല സബ്സ്ക്രൈബേഴ്സ് ലൈക്കൊക്കെ ആക്കി തരൂലേ?